നോമ്പുകാലമായ ശേഷം കൂടുതൽ രോഗികളും പറയുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒന്ന് വയറിൻ്റെ പ്രശ്നങ്ങളിൽ വരുന്ന നെഞ്ചരിച്ചിൽ പുകച്ചിൽ, അതോടൊപ്പം അസിഡിറ്റി, അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നീട് IBS എന്ന് പറയുന്ന രോഗം, ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം മൈഗ്രെയിന് കൂടുതലാവുന്നതാണ്. മൂന്നാമത്തത് സ്ത്രീകളിലൊക്കെ ഉള്ള യൂറിൻ ഇൻഫെക്ഷൻ പോലത്തെ വിഷയങ്ങൾ. ഇത്തരം രോഗികളിലെല്ലാം ഒരേ പാറ്റേൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഭക്ഷണശീലങ്ങളിലോ ലൈഫ് സ്റ്റൈലിലോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും കാണാറുള്ളത്. ഒന്നാമത്തത്, ഇത്തരം ആളുകളൊക്കെ മുളക് കൂടുതലുള്ള സ്പൈസി ഫുഡുകൾ, അച്ചാറ്, മുളക് കറി പോലെ മലബാർ ഏരിയകളിൽ നോമ്പിനൊക്കെ പ്രത്യേകമായിട്ട് അത്താഴത്തിന് കഴിക്കുന്ന കറി, ഇത്തരം വിഭവങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതോടൊപ്പം മസാല ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ പോലത്തെ വിഭവങ്ങളും ഒഴിവാക്കുക. പകരം ചിക്കനും ഫിഷും ഒക്കെ വേവിച്ചിട്ടോ കറി വെച്ചിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോമ്പ് തുറയുടെയും അത്താഴത്തിൻ്റെയും ഇടയിൽ ധാരാളം വെള്ളം കുടിക്കുക. അത്താഴം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യുകയോ കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഒരു നേരത്തേക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഈ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ ആവശ്യത്തിന് ഏറ്റവും നല്ലത് കുറച്ച് മല്ലി എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ചൂടാറിയ ശേഷം ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉറക്കിൻ്റെ അളവ് വല്ലാതെ കുറയാതെ ആവശ്യത്തിന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇനി ഇത്തരം ആളുകൾക്കെല്ലാം ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത് പാലാണ്. തിളപ്പിച്ചാറി ചൂടില്ലാത്ത പാല് അത്താഴത്തിൻ്റെ ശേഷം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, പാലിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. രണ്ടാമത്തത് കുറച്ച് നെല്ലിക്കനീര്, ഒരു 20 മില്ലി നെല്ലിക്കനീര് എടുത്തിട്ട് അത്താഴത്തിൻ്റെ ശേഷം കഴിക്കുക. ഹണി അമല പോലത്തതുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തത് നമ്മുടെ കൂവപ്പൊടിയാണ്. കൂവപ്പൊടി പാലിലോ തേങ്ങാപ്പാലിലോ ഒക്കെ തിളപ്പിച്ചിട്ട് അത് അത്താഴത്തിൻ്റെ ശേഷം ചൂടക്കാറിയ ശേഷം ഉപയോഗിക്കുന്നതും ഇത്തരക്കാർക്ക് നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 3 ദിവസം മുതൽ ഒരാഴ്ച വരെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെല്ലാം അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാനും വരാൻ പോകുന്നത് ഇല്ലാതാക്കാനും കഴിയുന്നതാണ്.